kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആഴമുള്ള അവസ്ഥ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അഗ്രഗണ്യൻ, ബി അഗ്രഹാരം, സി അജ്ഞർ, ഡി അഗാധത. ഏതാണ് അർത്ഥം വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി അഗാധതയാണ് ശരിയായ പദം. അഗാധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഴമുള്ള അവസ്ഥ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അഗ്രഗണ്യൻ, ബി അജ്ഞർ, സി അധിക തുങ്കപദം, ഡി അദൃശ്യൻ. ഏതാണ് വരുന്ന പദം? ഒന്ന് ഗസ് ചെയ്യൂ, തെറ്റിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഗസ് ചെയ്ത് നോക്കൂ. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ഡി അദൃശ്യനാണ് ശരിയായ പദം. മറ്റാരാലും തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നാണ് ഈ പദത്തിന് അർത്ഥം. ശ്രദ്ധിച്ച് പഠിക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പദങ്ങളുടെ അർത്ഥം ഞാൻ പറയാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത ചോദ്യങ്ങളിൽ തന്നെ അതിന് വരുന്നുണ്ട് അർത്ഥം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അഗ്രഹാരം, ബി അനാഗത ശ്മശ്രു, സി അഭൗമം, ഡി അമച്ച്. ഏതാണ്? കിട്ടിയോ? ഇത് എളുപ്പല്ലേ? അത് തന്നെ ഓപ്ഷൻ എ അഗ്രഹാരമാണ് ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവിനെ പറയുന്ന പദം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും ഉയർന്ന സ്ഥാനം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അഗ്രഗണ്യൻ, ബി അധിക തുങ്കപദം, സി അഭൗമം, ഡി അനിർവചനീയം. ഏതാണ് അർത്ഥം വരുന്ന പദം? കിട്ടിയോ? അത് തന്നെ ഓപ്ഷൻ ബി അധിക തുങ്കപദമാണ് എന്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു തുങ്കം ഉത്തുങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഏറ്റവും ഉയർന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടാവണം കേട്ടോ, മറക്കരുതേ. ഏറ്റവും ഉയർന്ന സ്ഥാനത്തിന് എന്താ പറയാ? അധിക തുങ്കപദം എന്നാണ് പറയാ അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അറിവില്ലാത്തവർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അജ്ഞർ, ബി അഞ്ചർ, സി അജ്ഞാർ, ഡി എല്ലാം ശരി. ഇത് നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? അത് തന്നെ ഓപ്ഷൻ എ അജ്ഞർ ആണ് ശരിയായ പദം. അറിവില്ലാത്തവരിനെ അജ്ഞർ എന്നാണ് പറയാ കേട്ടോ. ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കണം. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ ഡിഫറൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഓപ്ഷനൊക്കെ തരുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബിയിലായിരിക്കും പെട്ടെന്ന് ചാടിക്കറി കുത്തുക. നമുക്ക് അറിയാം എ ആണ് ആൻസർ, എന്നാലും നമ്മുടെ ബുദ്ധി പറയും അല്ലല്ല ബിയിലേക്ക് കുത്ത്, ബിയിലേക്ക് കുത്തുന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഗ്രഗണ്യൻ എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ, ബി സർവശ്രേഷ്ഠൻ, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? ഇത് എളുപ്പല്ലേ? അത് തന്നെ ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. അഗ്രഗണ്യൻ എന്തൊക്കെയാ പറയാ? ഒന്നാമതായി പരിഗണിക്കപ്പെടുന്നവൻ, സർവശ്രേഷ്ഠൻ എന്നൊക്കെയാണ് പറയാ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അധപ്പതിക്കുക എന്ന പദത്തിനർത്ഥം എന്താണ്? ഓപ്ഷൻ എ താഴെ വീഴുക, ബി ഉന്നത നിലയിൽ നിന്നും താഴെ എത്തുക, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? എളുപ്പല്ലേ? അത് തന്നെ ഓപ്ഷൻ സി രണ്ടും ശരിയാണ് അല്ലെ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സന്തതി ഇല്ലായ്മ എന്നർത്ഥം വരാത്ത പദം ഏതാണ്? വരാത്ത പദമാണ്, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ അനപത്യത, ബി അനപത്യത്വം, സി അപത്യം, ഡി എല്ലാം ശരി. ഏതാണ്? ഇത് നിങ്ങൾക്ക് ഓഡ് വൺ ഔട്ട് ആയിട്ട് എടുക്കാനൊക്കെ പറ്റും അല്ലേ? അത് തന്നെ ഓപ്ഷൻ സി അപത്യമാണ് വരാത്ത പദം. അപത്യം എന്ന് പറഞ്ഞാൽ സന്തതി എന്നാണ് അർത്ഥം. അപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തതി എന്നാണ് അർത്ഥം. അനപത്യത പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സന്തതി ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. അതിന് രണ്ട് രീതിയിലും പറയാം. ഒന്ന് അനപത്യത എന്നും പറയാം, ഇനി എന്താണ്? അനപത്യത്വം എന്ന് പറയാം. നമ്മുടെ ബുക്കില് അനപത്യത ദുഃഖം എന്നുള്ള പദമാണുള്ളത്. ദുഃഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കാരണം കൊണ്ടാണ് ആ ദുഃഖം ഞാൻ ഇവിടെ എടുത്തിടാതിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മീശ കിളിർക്കാത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അനാഗത, ബി അനാഗത ശ്മശ്രു, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ സി കരുതിയ തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അനാഗത ശ്മശ്രു എന്നാണ് അർത്ഥം വരുന്നത്. മീശ കിളിർക്കാത്തവനെ പറയുന്നത് ഇങ്ങനെയാണ്, അനാഗത ശ്മശ്രു. അനാഗത എന്ന് പറഞ്ഞാൽ വരാത്ത എന്നുള്ള അർത്ഥമാണ്.
വരാത്ത, ഇന്നേ വരെ ഇല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ് അനാഗത എന്ന് പറയുക. ഇനി കൊച്ചു പയ്യന്മാരൊക്കെ എന്തെങ്കിലും പറയുമ്പോ ഡാ അനാഗത ശ്മശ്രു എന്നൊക്കെ വിളിച്ചാൽ നല്ല രസമായിരിക്കും അല്ലേ? വായിൽ ആ സമയത്ത് ഈ പദങ്ങളൊക്കെ വരണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അനിർവചനീയം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ നിർവചിക്കാനാവാത്ത, ബി പറഞ്ഞറിയിക്കാനാവാത്ത, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിർവചിക്കാനാവാത്ത എന്നവിടെ നാവാത്ത ആ നകാരം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അയക്കുമ്പോൾ കറക്റ്റായിട്ട് എഴുതി ഞാൻ ഇട്ടേക്കാം കേട്ടോ. ശരി, നമുക്കിതിന്റെ ഉത്തരത്തിലേക്ക് അടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് തന്നെ ഓപ്ഷൻ സി രണ്ടും ശരിയാണ് അല്ലെ. അപ്പോൾ ഞാൻ ഇന്ന് 10 പദങ്ങളെ ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കടുകട്ടിയായിട്ടുള്ള വാക്കുകളാണ്. കൂടുതൽ ഇനിയും വരുന്ന പദങ്ങളും ഏകദേശം ജോഡിഞ്ചു പോരാട്ടം എന്നുള്ള ലെവലിൽ നിൽക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് തരണ്ടാന്ന് വെച്ചു. അതുകൊണ്ടാണ് 10 പദങ്ങൾ മാത്രം ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഇത് നല്ല വൃത്തിക്ക് 1-2 വട്ടം കണ്ട് പഠിക്കുക. പിന്നെ 1-2 വട്ടം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തും പഠിക്കുക. ആഴ്ചയിൽ 1 വട്ടം നിങ്ങൾ റിവിഷൻ ചെയ്യുക. അതേപോലെ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഇന്നേക്ക് 3-ാം പക്കം അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി 3-ാമത്തെ ദിവസം നിങ്ങൾ ഒന്നുകൂടി റിവിഷനും ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ പറ്റുക? നിങ്ങളുടെ പെർമനന്റ് മെമ്മറിയിൽ സ്റ്റോർ ആവാനായിട്ടും മെമ്മറി പവർ കൂട്ടാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതേപോലെ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരം തിരിച്ച് പ്ലേലിസ്റ്റ് ആക്കി അതിന്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ട് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.